കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാറിൻ്റെ ഇടപെടൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായ ഒരു കാര്യം, RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗത് സർവകലാശാലകളുടെ VC-മാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. സർവകലാശാലകളെ സ്തംഭിപ്പിക്കാൻ ഗവർണർമാർ വഴി കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ജ്ഞാനസഭ എന്ന പേരിൽ VC-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം RSS നേതൃത്വം പങ്കെടുത്തുകൊണ്ട് നടത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനുള്ള RSSൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രമങ്ങൾ കേരളമടക്കമുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഫലപ്രദമായി തടയുന്നു എന്നതിനാലാണ് മോഹൻ ഭഗത് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കോടതികൾ സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കുന്നതിനെതിരെ തുടർച്ചയായി വിധിന്യായം പുറപ്പെടുവിച്ച് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ്. താൽക്കാലിക VC-മാരെ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ തള്ളി. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഗവർണറുടെ നടപടി നിയമപരമല്ല എന്നും നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നുമാണ് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, സർക്കാർ നിലപാടിന് ഈ വിധി അംഗീകാരം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ വരാത്തതിനാൽ 2000-ഓളം സർട്ടിഫിക്കറ്റുകൾ പാസ്സാക്കാൻ കഴിയുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. സർവകലാശാലകൾ പിടിച്ചടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന വിധത്തിൽ സർവകലാശാലകളെ സ്തംഭിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് RSSൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് കാണാനാവും. ഇവരോടൊപ്പം തന്നെയാണ് UDF ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇതിനെതിരായി SFI തുടങ്ങി വെച്ച സമരം ജനാധിപത്യ കേരളത്തിന് ആവേശം നൽകുന്ന ഒന്നാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ്. സർവകലാശാലയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും ശക്തിയുക്തം ഈ കേരളം എതിർത്ത് പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം.